വിശ്വാസിയായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു കുറിയിട്ടു, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോയിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഒരു ഇസ്ലാം മത വിശ്വാസി അദ്ദേഹത്തിന്റെ നിസ്കരിച്ചു, ഇതിനെയൊക്കെ അതൊക്കെ ഒരു മതചിഹ്നങ്ങളാണ്, നമ്മൾ ഇതിനൊക്കെ മാറി നിൽക്കേണ്ടതല്ലേ എന്ന് വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതൊക്കെ ചെയ്യുന്നതും അത് ശരിയാണ്. കാരണം ഇവിടുത്തെ ഒരു മനുഷ്യരുടെ വികാരങ്ങളെ ഒരു വ്യക്തിപരമായ താല്പര്യത്തിനോട് ഒരു സമൂഹത്തെയും പ്രതിഫലിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ രാമജന്മഭൂമി എന്ന് പറഞ്ഞെങ്കിൽ ആ വിഷയത്തിൽ ബാബറി മസ്ജിദ് തകർത്ത് സുപ്രീം കോടതി വിധിയോടൊക്കെ നമുക്ക് വലിയ വിയോജിപ്പുണ്ട്. ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയുമ്പോൾ ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അത് എന്തുകൊണ്ടാണ്? ആ ക്ഷേത്രത്തിൽ ഭാവി പിന്നെ പോകുന്നതിൽ അതൊക്കെ വിശ്വാസത്തിന്റെ പ്രശ്നം. പക്ഷേ ഇതിന്റെ ആ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഗെയിമായിരുന്നു. അവിടുത്തെ ഒരു പുരോഹിതർക്കോ പ്രാധാന്യം കൊടുക്കാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഞാൻ ഈ മതത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്, ഞങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഇത് തകർത്തത്, ഇത് ഞങ്ങളുടെ ഒരു ഫലത്തിന്റെ ഭാഗമാണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ പോകാതിരിക്കുക എന്ന് പറയുന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. CPM പലപ്പോഴും ചെയ്യുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ CPM ഈ അതിർവരമ്പ് മാറ്റിയിട്ട് അവരൊരു ക്ഷേത്ര സന്ദർശനത്തിനെ പോലും അവരത് പറയും കണ്ടില്ലേ വർഗീയവാദികൾ. എനിക്കറിയാവുന്ന എത്രയോ ആള് ഒരു കുറിയിടുന്ന കോൺഗ്രസ് പ്രവർത്തകരെ വർഗീയമായി തെരഞ്ഞെടുപ്പിന്റെ പൊളിറ്റിക്സിന്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കും അത്തരത്തിൽ ആക്ഷേപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മതപരമായ വിശ്വാസങ്ങളെയും ഒരാൾ പിന്തുടരുന്നതും പൊളിറ്റിക്കൽ ആയിട്ട് മതത്തെ ഉപയോഗിക്കുന്നതിനെയും നമ്മൾ രണ്ടായി കാണണം. മതനിരാസം പരിപൂർണമായി കോൺഗ്രസ് പാർട്ടിക്ക് യോജിച്ചതല്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്.